तू मुझे छोड़ जाए ये नहीं हो सकता साथिया। प्यारे बच्चों, बदलते ज़माने में तुम सब लोग अपने घर में बैठकर विक्टेश चैनल के ज़रिए पढ़ रहे है ना। कक्षा की व्हाट्सएप ग्रुप में आप लोग सक्रिय भाग लेते हैं। अब आप सब लोग घर में बैठकर पढ़ते हैं, लेकिन आपको स्कूल में आकर पढ़ने की बड़ी इच्छा है। ये इच्छा की सबसे बड़ी बात आपकी दोस्ती है। आप लोग अपने दोस्तों से मिलना चाहते हैं, है ना। हमारा पहला पाठ इसी तरह एक दोस्ती की कहानी है। बीर बहुटी। 5वीं कक्षा में पढ़ने वाले दो छात्र, बेला और साहिल। बेला एक लड़की है, साहिल एक लड़का है। उनकी दोस्ती की कहानी है बीर बहुटी। बीर बहुटी एक छोटी प्राणी है। उन्हें हमेशा एक साथ मिलते हैं, अकेला नहीं, एक साथ। साहिल और बेला भी ऐसे हैं। वे हमेशा एक साथ चलते हैं, एक साथ पढ़ते हैं, एक साथ खेलते हैं। पाठ का लेखक प्रभात। बीर बहुटी पाठ का पहला खंड देके। बादल बहुत बरस लिए थे। आप लोग जानते हैं बादल मेघ, बरसना, बादल बरसना, बारिश होना। बड़ी बारिश हो चुकी थी, फिर भी बहुत सारा पानी उनमें बचाव हुआ था। तो भी आसमान में काले बादल का मेघ था। वे बादल खेतों और जंगलों के ऊपर छाए हुए थे। सारा आसमान मेघों से भरा था। मेघों की छायाओं में गीली हवाएं इधर उधर घूम रही थी। ये उस समय की प्रकृति का चित्रण है। बारिश का मौसम था। सारा आकाश मेघों से भरा था। मूंगफलियाँ। मूंगफलियों के हरे खेतों में पीले फूल अभी भी गीले थे। मूंगफलियों का फूल पीले हैं, वो फूल अभी भी गीले थे। बाजरा। बाजरे के लंबे पतले पातों में पानी की बूंदें अटकी हुई थी। बाजरे के पत्ते लंबे पतले हैं, उनमें पानी की बूंदें अटकी हुई थी। हिंदी में पढ़ना है, अंग्रेजी में। हिंदी एक भाषा है, भाषा उसी भाषा में पढ़ना है। ഹിന്ദി പഠിക്കേണ്ടത് ഹിന്ദിയിൽ തന്നെയാണ്. ഓരോ ഭാഷയും അതത് ഭാഷയിൽ തന്നെ പഠിക്കുന്നതാണ് ഏറ്റവും ഉചിതം. പക്ഷേ കുറച്ച് കുട്ടികളെ വിളിച്ചപ്പം കുട്ടികൾ ഇങ്ങോട്ട് വിളിച്ചിട്ട് കൂടുതലായിട്ട് ആവശ്യപ്പെടുന്നുണ്ട് കുറച്ച് മലയാളം പറയാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് മലയാളം ഉപയോഗിക്കുകയാണ്. പക്ഷെ നമുക്കിങ്ങനെ മലയാളത്തിൻ്റെ അളവ് കുറച്ച് കൊണ്ടുവന്നിട്ട് പൂർണ്ണമായിട്ട് ഹിന്ദിയിൽ തന്നെ ആവണം. അത് നിങ്ങൾ കുറച്ചിങ്ങനെ രംഗങ്ങളൊക്കെ കണ്ട് നിങ്ങൾക്കത് മനസ്സിലാവും. അതുകൊണ്ട് കുറച്ച് മലയാളം പറയുകയാണ്. ഈ പാരഗ്രാഫ് എന്ന് പറയുന്നത് പ്രകൃതിയുടെ ഒരു വർണ്ണനയാണ്. പാരഗ്രാഫിൽ 2 തവണ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ആ ഭാഗം ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. ഒന്നുമില്ല, മഴക്കാലമാണ്, കുറേ മഴ പെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ആകാശം ഇപ്പോഴും മേഘങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നുണ്ടായിരുന്നു. ആ മഴമേഘങ്ങൾ വയൽ കാടിൻ്റെയൊക്കെ മുകളിൽ വ്യാപിച്ചിരിക്കുന്നുണ്ടായിരുന്നു. മൂങ്ഫലിയ എന്ന് പറയുന്നത് നിലക്കടലയാണ്.
നിലക്കടലയുടെ പച്ച പിടിച്ചിരിക്കുന്ന വയലിലെ ആ നിലക്കടലയുടെ പൂവ് മഞ്ഞ നിറമാണ്. ആ മഞ്ഞപ്പൂവ് ഇപ്പോഴും നനഞ്ഞിരിക്കുന്നുണ്ടായിരുന്നു. ആ ഗീല എന്നുള്ള വാക്കോർത്തോളണം. ഗീല നനഞ്ഞിരിക്കുക, നനുത്താന്നൊക്കെയുള്ളതാണ്. ഈ വയലുകളിലെ ചോളം, ചെറിയ ചോളത്തിൻ്റെ ഇതുണ്ടായിരുന്നു, ചോളം ഉണ്ടായിരുന്നു അവിടെ. അതിൻ്റെ ആ ചോളത്തിൻ്റെ ഇല എന്ന് പറഞ്ഞാൽ നീണ്ട് വളഞ്ഞ ഇലയാണ്. ആ ഇലകളിൽ വെള്ളത്തുള്ളി ഇങ്ങനെ ഇറ്റ് വീഴാൻ വേണ്ടി ഇങ്ങനെ തങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു, ഇങ്ങനെ തൂങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു. ആ ബാരിഷ് കി ഹവാമേ, ആ മഴക്കാറ്റിലെ വയലുകൾ, അതുപോലെ തന്നെ മഴയുടെ ഹരിയാലി കി ഗന്ധ്, ആ പച്ചപ്പിൻ്റെ ഗന്ധം ആ പ്രകൃതി മുഴുവൻ തങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ മഴക്കാലമാണ് ഇപ്പോഴത്തെ നമ്മുടെ ഒരു കാലാവസ്ഥയല്ലേ, അത് ഓർത്താൽ മതി. യൂട്യൂബിലൊക്കെ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ ആയതുകൊണ്ട് മലയാളം തീരെ പാടില്ല ശരിക്ക്, പക്ഷെ അത്രയും ആവശ്യമായിരുന്നതുകൊണ്ടാണ് മലയാളത്തിൽ പറയണത്. നമുക്ക് പാഠഭാഗങ്ങളുടെ ഓരോ പാരഗ്രാഫിലെ വർക്കുകളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് പാഠം ക്ലിയർ ആയിക്കൊള്ളും. അപ്പം നമ്മൾ വർക്കിലൂടെ മുന്നോട്ട് എഴുതി അത് ചെയ്തു പോകുമ്പോൾ നമ്മുടെ പാഠം ക്ലിയർ ആവും. इसका उत्तर लिखने की कोशिश करें. पाठ का वाचन करके इसे सही मिलान करें और उसके बाद अपने व्हाट्सएप ग्रुप में भेजें. अगला खंड देखें. बीरबोटियों से मिलने के लिए बेला और साहिल घर से कुछ समय पहले निकले. इस खंड में बीरबोटी कैसा है. सुर्ख मुलायम गदबदी बीरबोटियाँ धरती पर चलती फिरती खून की प्यारी प्यारी बूंदें जैसे. बीरबोटी खून की बूंदें जैसा है, लाल रंग का है. यहाँ बेला और साहिल के बीच का संवाद है. देखो इस बीरबोटी का रंग तुम्हारे रिबन के जैसा लाल है. साहिल ने कहा. तुमने कुछ सुना बेला. हाँ सुना, पहली खंडी लग गई है, लेकिन मुझे पेन में स्याही भी भरवानी है दुकान से. ബേലയും സാഹിലും ബീർബോട്ടികളെ കാണാൻ വേണ്ടിയിട്ടാണ് ഗസ കുച്ച് സമയം പഹലെ നിക്കലെ, വീട്ടിൽ നിന്ന് നേരത്തെ ഇറങ്ങിയത്. അവിടെ ആ കസ്ബേസെ, ആ ചെറിയ പട്ടണത്തോട് ചേർന്ന ആ വയലിലാണ് അവർ ബീർബോട്ടികളെ അന്വേഷിക്കുന്നുണ്ടായിരുന്നത്. ബീർബോട്ടി സുർഖ് ആണ്, മുലായം ഗദ്ബദി. മുലായം ഗദ്ബദി ഏക് ഹി അർത്ഥ ഹേ. ബീർബോട്ടി കാ രംഗ് തുമാരെ റിബൺ കെ ജൈസ ലാൽ ഹേ. നിൻ്റെ റിബൺ പോലെ ചുവപ്പാണ് ബീർബോട്ടിയുടെ നിറം എന്ന് സാഹിൽ പറയുകയാണ്. നീ എന്തെങ്കിലും കേട്ടോ എന്ന് ചോദിക്കുമ്പം ഞാൻ സ്കൂളിൽ ആദ്യ ബെല്ല് അടിച്ച് കേട്ടു എന്നാണ് ബേല പറയുന്നത്. അപ്പം അവർക്ക് പോകണം. അപ്പോൾ സാഹിൽ പറയാണ്, അയ്യോ എനിക്ക് പേനയിൽ മഷി നിറയ്ക്കാനുണ്ട്. ഇതാണ് ആ ഭാഗം. उन्हें बीरबोटियों से मिलना होता था. किन्हें? बेला और साहिल को. इनमें से एक बीरबोटी की विशेषता नहीं है. गदबदी, हरा, सुर्ख, मुलायम. हरा बीरबोटिയുടെ വിശേഷതയല്ലാത്തത് ഹര. यहाँ बेला और साहिल के बीच का संवाद है. बेला देखो इस बीरबोटी का रंग तुम्हारे रिबन के जैसा लाल है. साहिल ने कहा. तुमने कुछ सुना बेला. हाँ सुना, पहली खंडी लग गई है, लेकिन मुझे पेन में स्याही भी भरवानी है दुकान से. एक वार्तालाप लिखते समय हमें किन किन की ध्यान रखना चाहिए. वार्तालाप प्रसंगानुकूल होना चाहिए. प्रसंगानुकूल माने संदर्भ के अनुसार होना चाहिए. दूसरी बात है वार्तालाप पात्रानुकूल होना चाहिए.
यहाँ 5वीं कक्षा में पढ़ने वाले बेला और साहिल, इसलिए वार्तालाप लिखते समय 11 साल के बच्चे के अनुकूल होना चाहिए। वार्तालाप सरल भी होना चाहिए. വാർത്താലാപ് എഴുതുമ്പോൾ ആ ഉചിതമായ സന്ദർഭത്തിനനുസരിച്ചായിരിക്കണം. അതേപോലെ കഥാപാത്രത്തിന് അനുകൂലമായിരിക്കണം വാർത്താലാപ്. കഥാപാത്രത്തിൻ്റെ വയസ്സ് ഇതിനെയൊക്കെ ആശ്രയിച്ചായിരിക്കണം വാർത്താലാപ്. വാർത്താലാപ് അതേപോലെ സരളമായ വാക്കുകളായിരിക്കണം. എല്ലാ വാചകങ്ങളും പൂർണ്ണമായ വാചകങ്ങളാവണമെന്നില്ല. ചെറിയ ചെറിയ പ്രയോഗങ്ങളാവാം. ഉദാഹരണത്തിന് നീ എവിടെ പോകുന്നു എന്ന ചോദ്യത്തിന് ഞാൻ സ്കൂളിൽ പോകുകയാവുന്നു എന്ന് പൂർണ്ണമായ സെൻറ്റൻസ് വേണ്ടല്ലോ. സ്കൂൾ എന്ന് പറഞ്ഞാൽ ചോദിക്കുന്ന ആൾക്ക് മനസ്സിലാവും. ഇത്തരം ചെറിയ ചെറിയ പ്രയോഗങ്ങൾ വാർത്താലാപിൽ ഉപയോഗിക്കണം. നിങ്ങൾക്ക് ഉദാഹരണത്തിന് ഒരു വാർത്താലാപ് തരികയാണ്. അത് ആ വാർത്താലാപ് ശ്രദ്ധിക്കുക. बेला, देखो साहिल कितनी बीरबूटियां है. साहिल, दिखाओ. वो कितनी सुंदर, सुर्ख और मुलायम. साहिल, इसे स्कूल ले जाओ. बेला, नहीं नहीं. बेला, चलो जल्दी चलो, पहली खंडी लग गई है. साहिल, बाप रे, मुझे पेन में स्याही भरवानी है. इसी तरह या इससे भी अच्छी तरह एक वार्तालाप लिखने का है. देखें अगला खंड देखें. यहाँ एक वार्तालाप लिखने की संभावना है बेला, साहिल और दुकानदार के बीच. साहिल के पेन में कुछ स्याही बची थी, उसे साहिल ने जमीन पर छिड़क दिया. लेकिन दुकान पर पहुंचने पर दुकान वाले ने ऐसा कहा, स्याही की बोतल अभी अभी खाली हो गई है. वहाँ स्याही थी लेकिन वो अभी खाली हो गई है. तब बेला ने कहा, इसने तो पेन में जो स्याही थी उसे भी ज़मीन पर छिड़क दिया. साहिल के पेन में कुछ स्याही बची थी, साहिल ने उसे ज़मीन पर छिड़क दिया. तब दुकानदार ने ऐसा कहा, बादल को देखकर खेड़े को नहीं ठुलाना चाहिए. आसमान में बादल है, बारिश होने की संभावना है, इसलिए अपने खेड़े में जो कुछ पानी बची थी उसे नहीं ठुलाना चाहिए. बारिश नहीं हुई तो क्या करेंगे? ഈ ഭാഗം കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. ടെക്സ്റ്റ് ബുക്കിലെ ആ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കാണാം. बादल को देखकर खेड़े को नहीं ठुलाना चाहिए, दुकानदार ने ऐसा क्यों कहा എന്നാണ്. മഴമേഘങ്ങൾ കണ്ടിട്ട് കുടത്തിലെ വെള്ളം കളയരുത്. ദുക്കാൻദാർ ഇങ്ങനെ പറഞ്ഞത് എന്തുകൊണ്ടാണെന്നാണ്. സാഹിലിൻ്റെ പേനയിൽ കുറച്ച് മഷി അവശേഷിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ പുതിയ മഷി നിറയ്ക്കാൻ പോവുകയല്ലേ, അതുകൊണ്ട് സാഹിലെ ആ പേനയിലെ മഷി നിലത്ത് കുടഞ്ഞു കളഞ്ഞു. അപ്പോഴാണ് ദുക്കാൻദാർ പറഞ്ഞത്, ആകാശത്ത് മഴമേഘങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ കുടത്തിൽ വെള്ളം ഉണ്ടെങ്കിൽ അത് എടുത്ത് കളയണം, കാരണം മഴ പെയ്യുമല്ലോ. പക്ഷെ മഴ പെയ്തിട്ടില്ലെങ്കിൽ എന്തു ചെയ്യും? പക്ഷെ വിക്ടേഴ്സ് ചാനലിൽ കണ്ടിട്ട് കുറച്ച് കുട്ടികൾ ഒത്തിരി മലയാളം ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ കുറച്ച് മലയാളം കൂടുതൽ പറഞ്ഞത്. നമുക്കിങ്ങനെ മലയാളത്തിൻ്റെ അളവ് കുറച്ച് കൊണ്ടുവരാം. അങ്ങനെ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ഹിന്ദി കേൾക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഇങ്ങനെ പതുക്കെ പതുക്കെ ഹിന്ദി കൂട്ടി കൊണ്ടുവന്നാൽ നമുക്ക് മനസ്സിലാവും. ഗ്രൂപ്പിൽ അറിയിക്കാം സംശയം ഉണ്ടെങ്കിൽ. ആ ഭാഗം ഒരിക്കൽ കൂടി പറഞ്ഞു തരാം. ബാക്കി ഭാഗം
അടുത്ത ക്ലാസ്സിൽ പറയാം. ओके. एक वार्तालाप लिखने की तरीका तुमने समझ लिया है. ये वार्तालाप लिखकर आपके വാട്സപ്പ് ഗ്രൂപ്പ് में ज़रूर भेजना है. ഈ വാർത്താലാപ് എഴുതിയിട്ട് നിങ്ങളുടെ ക്ലാസ്സിലെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് അയക്കണം. बेला साहिल और दुकानदार के बीच का वार्तालाप लिखिए.